പേരൻസ് ശരിക്കും പറഞ്ഞാൽ പേടിച്ച് നടക്കണു എന്നുള്ളതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ പേരൻസ് തന്നെയാണ്. കുട്ടികൾക്ക് ഈ സംഭവം ഉണ്ടാക്കി എവിടെ നിന്ന് ഇവർക്ക് ഇൻഫർമേഷൻ കിട്ടും? കുട്ടികൾ വീടുകൾ ആക്രമിച്ച് കയറും, ഇവർക്ക് ഇമോഷൻസ് ഉണ്ടാവില്ല, ഒരു മനുഷ്യനുമായിട്ടൊരു ഇൻറ്റിമസി ഫീൽ ചെയ്തില്ല, ഈവൻ പേരൻസിനടക്കം. കുട്ടികൾക്ക് ചെറുപ്പകാലഘട്ടങ്ങളിൽ അവർക്ക് വേണ്ട ഒരു സംഭവം അവരുടെ ഇമോഷണൽ ടാങ്ക് ഫിൽ ചെയ്യണമെന്നുള്ളതാണ്. ഇമോഷണൽ ടാങ്ക് ഫില്ല് ചെയ്യാത്ത നമ്മളിപ്പോഴത്തെ സാഹചര്യം അങ്ങനെയാണ്. ഈ കുട്ടികൾക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ട്, അറിയോ? നമ്മൾ വിചാരിക്കുന്ന അഡൽസിന് മാത്രമേ ഫ്രസ്ട്രേഷൻ ഉള്ളത്. കുട്ടികൾക്ക് ആങ്സൈറ്റി ഉണ്ട്. കോവിഡിന് ശേഷം 28-30% കുട്ടികൾക്കാണ് ആങ്സൈറ്റി ഡിസോർഡർ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത്. ഇവർ കൈ കിട്ടുന്ന സാധനമൊക്കെ എടുത്ത് അടിച്ച് പൊട്ടിക്കും അല്ലെങ്കിൽ ദേഷ്യപ്പെടും എന്നൊക്കെ പറയുന്നില്ലേ. മിക്ക കുട്ടികൾക്കും ആങ്സൈറ്റി ഉണ്ട്. അവരുടെ ഇമോഷനെ ശരിക്കും അവർക്ക് പ്ലേസ് ചെയ്യാനുള്ളൊരു സ്പേസ് വേണ്ട. മിക്ക സ്കൂളിലും കോമ്പറ്റീഷൻ ലെവലില്ല. അപ്പോൾ അവർക്ക് നോക്കേണ്ട കുട്ടികൾ എങ്ങനെയും പ്രഷറൈസ് പിഴിഞ്ഞെടുത്ത് അവർ റിസൾട്ട് ഉണ്ടാക്കാവുന്ന രീതിയിലേക്കായിരിക്കും. അവർക്ക് വടിയല്ല എന്തുകൊണ്ട് വെച്ചാലും ഈ അവസ്ഥ തന്നെയാവും. നമ്മൾ ഈ കുട്ടികൾക്ക് വടിയെടുത്ത് കൊടുത്ത അവസ്ഥ എന്ന് ആലോചിക്കുക. പേരൻസ് ടീച്ചേഴ്സ് വടിയെടുത്ത എന്താ അവസ്ഥയായിരിക്കും ഇനി? ജിൻ ചേട്ടാ നമസ്കാരം. നമസ്കാരം ചേട്ടാ, ഈ തിരുവനന്തപുരത്തെ ഇഷ്യൂ, കൊലപാതകത്തിന് ശേഷം മകൻ കുടുംബത്തിലുള്ളവരെ കൊല്ലുന്നു, മറ്റു പലരെയും കൊല്ലുന്നു. ആ കൊന്ന അല്ലെങ്കിൽ ആ ഒരു പരമ്പരയ്ക്ക് ശേഷം വീട്ടിലെല്ലാ പേരൻസും ഭയങ്കര പേടിയിലാണ്. അതായത് സ്വന്തം മക്കൾ നമ്മളെ അറ്റാക്ക് ചെയ്യുമെന്ന് ഭയങ്കര പേടിയിലാണ്. ഇതിനുള്ളൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ, പണ്ട് കാലത്താണ് ഇങ്ങനെയൊന്നും സംഭവിച്ചിരുന്നെങ്കിൽ അവർ നാട്ടുകാർക്കായിരുന്നു പേടി. വീട്ടിലുള്ളവരെ ഉപദ്രവിക്കത്തില്ല, അവർ വന്ന് പരാതി പറയും, നിങ്ങളുടെ മകൻ അവനെ ഇടിച്ചു ഇവനെ ഇടിച്ചു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇതിനെ സാധൂകരിക്കുന്ന തരത്തിൽ കുറേ, അതായത് നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് അനുസരിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരുപാട് റീൽസും കാര്യങ്ങളും വരുന്നുണ്ട്. അതായത് ഇതിനെ ഇങ്ങനെ നെഗറ്റീവാണോ പോസിറ്റീവാണോ നമുക്ക് മനസ്സിലാവുന്നില്ല. അതായത് മക്കളെ പേടിച്ചിട്ട് പുറകിൽ കത്തി അല്ലെങ്കിൽ പലതരം ആയുധങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അതിനൊരു എന്താ പറയുക, കളിയാക്കുന്ന രീതിയിലാണ് ഈ പറയുന്ന സംഭവം. അങ്ങനെ ഒരു കളിയാക്കലോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ ഇറക്കി ഇതിനെ ഇങ്ങനെയാണോ അതിനെ ട്രീറ്റ് ചെയ്യേണ്ടത് ഈ സമൂഹം? ഇതൊരു ഇപ്പോൾ പറഞ്ഞ പോലെ വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ടൊരു സംഭവം തന്നെയാണ്. ഈ കണ്ടക്ട് ഡെഫിഷ്യൻസി എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല കേട്ടോ. അതായത് മിക്ക കുട്ടികൾക്കും കണ്ടക്ട് ഡെഫിഷ്യൻസി, നമ്മൾ കോൺടാക്ട് സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറഞ്ഞ സ്വഭാവം. അപ്പോൾ ഇതാണ് കോൺടാക്ട് ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുട്ടികളുടെ ഒരു ബേസിക് നേച്ചർ എന്ന് പറയുന്നത് എവറി റൂട്ട്, എല്ലാത്തിനും റൂട്ട് ഫാമിലിയാണ്. ഫാമിലി എന്ന് പറയുന്നത്. അപ്പോൾ പേരൻസ് ശരിക്കും പറഞ്ഞാൽ പേടിച്ച് നടക്കണു എന്നുള്ളതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ പേരൻസ് തന്നെയാണ്. കുട്ടികൾക്ക് ഈ സംഭവം ഉണ്ടാക്കി എവിടെ നിന്ന് ഇവർക്ക് ഇൻഫർമേഷൻ കിട്ടും? ഒന്ന് ഫസ്റ്റ് എന്ന് പറയുന്നത് ഫാമിലിയാണ്. ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ മാത്രമാണ് ഇവർ മനസ്സിലേക്ക് കയറത്തുള്ളൂ. ത്രൂ ഔട്ട് അവരുടെ പേരിൽ ഒരു 7 to 12 ഇയേഴ്സൊക്കെ വന്നു കഴിയുമ്പോഴേക്കും ആ കാലഘട്ടം മുഴുവനും ഇവർക്ക് കിട്ടുന്നത് പിയർ ഗ്രൂപ്പ് പ്രഷർ, ഇപ്പോൾ മീഡിയയിലെ ഇൻഫ്ലുവൻസ്, നമ്മൾ ഈ പറയുന്ന പോലെ റീൽസും കാര്യങ്ങളെല്ലാം, ഇതെല്ലാം ഇവർക്കൊരു മാനിയാക് സ്റ്റേറ്റിലേക്ക് ഇവർ കൊണ്ടുവരും. പിന്നെ ഇവരുടെ ആ ഉള്ളിൽ കിടക്കുന്ന ഫ്രസ്ട്രേഷൻ പുറത്ത് കാണിക്കാൻ വേണ്ടി ഇവർ കുറേ കാര്യങ്ങൾ ചെയ്യും. ഈ കണ്ടക്ട് ഡെഫിഷ്യൻസി ഉള്ള കുട്ടികളുടെ ബേസിക് നേച്ചറിൽ 1-2 കാര്യങ്ങളുണ്ട്. ഇവർ മിക്ക കുട്ടികളും ആയുധങ്ങൾ എന്തെങ്കിലും എടുത്ത് വെച്ചിട്ടുണ്ടാകും വീട്ടിൽ. ഇപ്പം കാണുന്ന എല്ലാ വാർത്തകളിലും പറയുന്നത് ബാഗിൽ നിന്ന് കത്തി കണ്ടെത്തി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം, അത് എന്താ പറയുക, ഉപദ്രവിക്കാൻ തക്കതായ ഒരാളെ, അത് സ്വയരക്ഷയ്ക്കാണോ എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. എല്ലാവരുടെയും കയ്യിലൊരു ആയുധം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ചേട്ടൻ പറയുന്നത് ഈ കണ്ടക്ട് ഡെഫിഷ്യൻസിയുടെ ഇതുകൊണ്ടാണോ കുട്ടികൾ ഇങ്ങനെ കൊണ്ടു നടക്കുന്നതെന്നാണോ പറയുന്നത്? ഇതിന് കുറേ സംഭവമുണ്ട്. വാൻഡലിസം എന്ന് പറയും. അത് വീടുകളിൽ ആക്രമിച്ച് കയറുക. നമ്മൾ കണ്ടിട്ടില്ലേ? ഈ കുട്ടികൾ വീടുകളിൽ ആക്രമിച്ച് കയറും, ഇവർക്ക് ഇമോഷൻസ് ഉണ്ടാവില്ല, നമ്പ് ഇമോഷൻസ്. ഒരു മനുഷ്യനുമായിട്ടൊരു ഇൻറ്റിമസി ഫീൽ ചെയ്തില്ല, ഈവൻ പേരൻസിനടക്കം. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇവർക്ക് കിട്ടാത്ത ആ ഒരു ഇൻറ്റിമസി. അതായത് കുട്ടികൾക്ക് ചെറുപ്പകാലഘട്ടങ്ങളിൽ അവർക്ക് വേണ്ട ഒരു സംഭവം അവരുടെ ഇമോഷണൽ ടാങ്ക് ഫില്ല് ചെയ്യണം എന്നുള്ളതാണ്. ഇമോഷണൽ ടാങ്ക് ഫില്ല് ചെയ്യാത്ത നമ്മളിപ്പോഴത്തെ സാഹചര്യം അങ്ങനെയാണ്. പേരൻസിന് കൊടുക്കാൻ പറ്റത്തില്ല. ഒരു രീതിയിൽ ഇമോഷണലി ഇവരെ സപ്പോർട്ട് ചെയ്യാനോ ഒരു രീതിയിലുള്ള സംഭവം കിട്ടാനും ഇവർക്ക് സാധ്യതയില്ല. അപ്പോൾ ഈ ചേട്ടൻ പറയുന്നത് പേരൻറ്റിങ്ങിൻ്റെ പ്രശ്നമാണെന്നാണോ? അതായത് ഈ കുട്ടികളെ വളർത്തുന്ന ആദ്യത്തെ ഒരു 3 വയസ്സ് വരെ കുഞ്ഞ് അച്ഛൻ്റെയും അമ്മയുടെയും വീട്ടുകാരുടെയും ഒപ്പമാണ്. ആ പേരൻറ്റിങ് നല്ല രീതിയിൽ കിട്ടാത്തത് കൊണ്ടാണോ ഈ ഗ്രോ അപ്പിൽ ഇങ്ങനെ വരുന്നതെന്നാണോ? ഇത് ആദ്യത്തെ 3 വർഷമല്ല, അമ്മയുടെ ഉദരത്തിൻ്റെ 3ാമത്തെ ആഴ്ച തൊട്ട് തുടങ്ങുവാണ് ഈ കുഞ്ഞിൻ്റെ വളർച്ച, ബ്രെയിൻ ഡെവലപ്മെൻറ്റ്. ദാറ്റ് മീൻസ് അവരുടെ ന്യൂറോൺ പ്ലേറ്റ്സ് ഡെവലപ്പായി തുടങ്ങുന്ന കാലഘട്ടം തൊട്ട് കിട്ടുന്ന ഇൻഫർമേഷനാണ്. അത് അമ്മ എടുക്കുന്ന എന്ത് ഇമോഷണലാണോ അതേപോലെ കിട്ടും. വീട്ടിൽ വഴക്കുണ്ടാകാം, അപ്പം അത് ചിലപ്പോൾ എക്സ്ട്രീം ലെവലിലേക്ക് വരെ പോകും. പിന്നെ പണ്ടത്തെ പേരൻറ്റിങ് എന്ന് പറയുന്നത് അവർക്ക് അത്രയും ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ഉള്ള പേരൻറ്റിങ്. ഇപ്പോൾ നമ്മുടെ പേരൻസ് എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷനുള്ള കുട്ടികളുടെ പേരൻസ് എന്ന് പറയുന്നത് അന്ന് ട്രോമ കിട്ടിയ ആളുകളാണ്. മനസ്സിലായി? അപ്പോൾ അവരുടെ ആ ഒരു ഇമോഷൻ ഫ്രസ്ട്രേഷൻ എപ്പോൾ തീർക്കുന്ന ആരുടെ മേത്താ? കുട്ടികളുടെ, ഇപ്പോഴത്തെ കുട്ടികളുടെ മേത്തേക്ക്. അപ്പോൾ അവർ അതേ സമയം എക്സ്പെക്റ്റ് ചെയ്യും. ഇപ്പോഴത്തെ കുട്ടികൾ കുറച്ചുകൂടെ ലോജിക്കലി കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്ന കുട്ടികളാണ് മിക്കവരും. പക്ഷേ ഈ പേരൻസ് സൈഡിൽ നിന്ന് ഇവർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ കറക്റ്റ് അല്ലെങ്കിൽ അവർ ആ പണ്ട് കിട്ടിയ ഇൻഫർമേഷൻ അത് അവർക്ക് കിട്ടിയ അതേ ഗൈഡ് ലൈൻസിൽ കുട്ടികളെ കൊണ്ടുപോകാൻ നിർബന്ധിച്ച് പിടിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളിലേക്ക് കൂടുതലും പോകുന്നത്. അത് ഡെഫിഷ്യൻസി കിട്ടുന്നതാണ്.
അതാണ് എൻ്റെ റീസൺ. ചേട്ടൻ പറഞ്ഞ പോലെ ഒരുപാട് ട്രോമയിലൂടെയാണ് മിക്ക പേരൻസും, അതായത് ഇപ്പോഴത്തെ ജനറേഷനിലെ പേരൻസ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ അതേസമയം നമ്മൾ പറയും ഇപ്പോൾ ടീച്ചർ, നമ്മളിപ്പോൾ കുറച്ച് കാറ്റഗറൈസ് ചെയ്യും, ടീച്ചറിൻ്റെ മക്കൾ കുറച്ചുകൂടെ അനുസരണയുള്ളവരാണ്. പക്ഷെ എന്ന് വെച്ചാൽ ടീച്ചർ ആവണമെന്നില്ല, സൊസൈറ്റിയിൽ കുറച്ചുകൂടെ വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്നവർ, അവർ ഈ പറയുന്ന ഈ എല്ലാ കാര്യങ്ങളും സാറ്റിസ്ഫൈ ചെയ്ത് ഈ പിള്ളേർക്ക് ഈ പറയുന്ന ഇമോഷണൽ ടാങ്ക് എല്ലാം ഫില്ല് ചെയ്ത കുട്ടികളും ഇത്തരം മേഖലയിലേക്ക് പോവാറില്ലേ? ഉണ്ട്. പിയർ ഗ്രൂപ്പ് പ്രഷർ എന്ന് പറയും. അവർ വളർന്നു വന്ന അതിൽ പിയർ ഗ്രൂപ്പ് ഉണ്ടല്ലോ. ഇപ്പോൾ കുട്ടികൾ എപ്പോഴും മിററിങ് ആൻഡ് മാച്ചിങ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് പോകും. അതായത് മിററിങ് ആൻഡ് മാച്ചിങ് എന്ന് പറഞ്ഞാൽ ഒരാൾ എന്തെങ്കിലും ചെയ്താൽ അതേപോലെ മിറർ ചെയ്യാൻ, അതായത് അതേപോലെ മിമിക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും, മാച്ച് ചെയ്യാൻ ശ്രമിക്കും. അതായത് ഇങ്ങനത്തെ ഈ ആക്ടിവിറ്റീസ് കാണുമ്പോഴേക്കും കുട്ടികളുടെ ഇടയ്ക്ക് ഒരു സംസാരം ഉണ്ടാവും, അവൻ ഭയങ്കരമാണ്, അവൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഈ കുട്ടിയും സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിലേക്കും അവനൊരു റെക്കഗ്നീഷൻ കിട്ടുന്നുണ്ട്, ഒരു ഹീറോസ് റെക്കഗ്നീഷൻ കിട്ടുന്നുണ്ട്. അത് കുട്ടികളുടെ ഇടയ്ക്കായിക്കോട്ടെ, ഈവൻ ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ഇസ് വെരി ഹൈ. എസ്പെഷ്യലി റീൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇട്ട് റീൽസ് ഇടുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ റീൽസ് നമ്മൾ കാണാറില്ലേ, ഇങ്ങനെ ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പ്ലേസ് ചെയ്തിട്ട് റീൽസ് ഇടുന്നത്. ഇത് കണ്ടൊരു ഇമിറ്റേറ്റ് ചെയ്യുവാണ്. അതിനാണ് മിററിങ് ആൻഡ് മാച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ പേരൻറ്റിങ് നല്ലതാണെങ്കിൽ തന്നെയാണെങ്കിലും ഇപ്പോഴും അവരുടെ കൂടെ സപ്പോർട്ടിന് ഈ പേരൻസ് ഇല്ലെങ്കിൽ, അതായത് അവരൊരു മച്യൂരിറ്റി ആയി എന്ന ചിന്തയിലേക്കാണ് മിക്ക പേരൻസ് ഇരിക്കുക. പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവരുടെ മൈൻഡ് എപ്പോഴും ഫ്ലെക്സിബിളാണ്. അപ്പോൾ കിട്ടുന്ന ഇൻഫർമേഷൻ എന്നാൽ അതേപോലെ വലിച്ചെടുക്കും. പക്ഷേ ഇപ്പം ഈ പറയുന്ന രണ്ട് കാരണങ്ങൾ, ഇതിപ്പോൾ നമ്മൾ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്കിത് സൊസൈറ്റിയോട് പറയാൻ പറ്റുമ്പോൾ, പക്ഷേ എല്ലാവരും പറയുന്നത് എന്താണെന്നറിയോ, ഇപ്പോൾ ഒരു കുട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടാവുകയാണ്, അവർക്ക് ചിലപ്പോൾ ഈ പറയുന്ന ഇതൊന്നും, അതായത് സാഹചര്യങ്ങളല്ല അവർ പറയുന്നത്, പെട്ടെന്ന് അവർ പറയുന്ന രണ്ട് കാര്യങ്ങളാണ്, ഇവൻ കല്ലാണ് അല്ലെങ്കിൽ കഞ്ചാവാണ്. ഈ ഒരു ഇതിൽ പിള്ളേരെ അങ്ങോട്ട് അടിച്ചെടുക്കുവാണ്. ശരിക്കും തോന്നുന്നുണ്ടോ ഈ പറയുന്ന രണ്ടെണ്ണവും, അതായത് ഈ പറയുന്ന ഡ്രഗ്സിൻ്റെ യൂസേജ് ഈ കുട്ടികളിൽ ഒരു സ്വാധീനം ചെലുത്തുന്നുണ്ട്? അല്ലെങ്കിൽ ഇത്തരം ഇപ്പം നമ്മൾ പറഞ്ഞ രണ്ട് കാറ്റഗറി ഉണ്ട്, പേരൻസ് ഫില്ല് ചെയ്തതും പേരൻസ് നോക്കാത്തതും. ഇവരിലെങ്ങനെയാണ് ഡ്രഗ്സ് പ്രവർത്തിക്കുന്നത്? ഇവരുടെ ഇമോഷണൽ ടാങ്ക് കംപ്ലീറ്റ് ഫില്ല്, അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി അവർ അടുത്ത സോഴ്സ് നോക്കുന്ന ഇതായിരിക്കും. ഇവർ ബൈ ചാൻസ് യൂസ്ഡ് ആയി പോകുന്നുള്ളതാണ്. ഇവരുടെ ഈ കുട്ടികൾക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ട്, അതറിയോ? നമ്മൾ വിചാരിക്കുന്ന അഡൽസിന് മാത്രമേ ഫ്രസ്ട്രേഷൻ ഉള്ളൂ. കുട്ടികൾക്ക് ആങ്സൈറ്റി ഉണ്ട്. ഇത് ഒരു പോസ്റ്റ് കോവിഡിന് ശേഷം 28-30% കുട്ടികൾക്കാണ് ആങ്സൈറ്റി ഡിസോർഡർ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത്. പണ്ടൊക്കെ പേരൻസ് അല്ലെങ്കിൽ വലിയ ആളുകൾക്ക് ആങ്സൈറ്റി എന്ന് വിചാരിക്കും. ഇപ്പം ആങ്സൈറ്റി എന്ന് പറയുന്നുണ്ട്. ഇപ്പം ഇത് കാണുന്ന ഒരു സാധാരണ ഒരു പ്രേക്ഷകയാണെന്ന് വിചാരിക്കുക, അവർക്കതെങ്ങനെയാണെന്ന് ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുക. നമ്മൾ പറയുമ്പോൾ അത് മെഡിക്കൽ ടേബിളാണ് ആങ്സൈറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇന്നതൊക്കെയാണ് നിങ്ങളുടെ കുട്ടികളിൽ വരുന്ന മാറ്റം, അത് ഇന്നതൊക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ, അത് ശ്രദ്ധിക്കാമോ, ആ തരത്തിലൊന്ന് പറയാമോ? ആങ്സൈറ്റി ഉള്ള കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് പഠനത്തിൽ ഡെഫിഷ്യൻ്റ് ആയിരിക്കും. കുട്ടികൾക്ക് പഠിക്കാൻ താല്പര്യം, ഫോക്കസ് കിട്ടത്തില്ല. ഫസ്റ്റ് ഓഫ് ഓൾ അവർക്ക് ഫോക്കസ് കിട്ടത്തില്ല, ശ്രദ്ധ ഭയങ്കരമായിട്ട് വീക്കായിരിക്കും. പിന്നെ അവർക്ക് ഉറക്കം, അതായത് കിടന്നുറങ്ങുന്നത് ഡിസ്റ്റർബ്ഡ് സ്ലീപ്പായിരിക്കും. ചിലപ്പോൾ രാത്രി കിടന്ന് ബഹളം വയ്ക്കാൻ, സംസാരിക്കും, ഇല്ലാത്ത കാര്യങ്ങളെല്ലാം വിളിച്ചു പറയും, അങ്ങനെയൊക്കെ ഉണ്ടാകും. പിന്നെ മൂന്നാമത്തെ കാര്യം, ചിലവർക്ക് ഇമോഷണൽ ഡിസ്റ്റൻസ് ഉണ്ടാകും. എപ്പോഴും ചിലപ്പോൾ ദേഷ്യം, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും, ചിലപ്പോൾ ഭയങ്കര സാഡായിട്ടിരിക്കും. പിന്നെ അവർ ചിലപ്പോൾ മുറിക്കകത്ത് ഇങ്ങനെ അടച്ചിരിക്കും. ഇതൊക്കെ ഇതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് എന്ന് തന്നെ പറയാം. ഈ ആങ്സൈറ്റി ഉള്ള കുട്ടികളെ തിരിച്ചറിഞ്ഞാൽ തന്നെ ഇവർ പെട്ടെന്ന് ഔട്ട് ബേസ്റ്റിംഗ് ആവും. പെട്ടെന്ന് തന്നെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യപ്പെടും. ചില പേരൻസിനോട് പറയാം ഇവർ കൈ കിട്ടുന്ന സാധനമൊക്കെ എടുത്ത് അടിച്ച് പൊട്ടിക്കും, അല്ലെങ്കിൽ ദേഷ്യപ്പെടും എന്നൊക്കെ പറയുന്നില്ലേ. ഇത് മിക്ക കുട്ടികൾക്കും ആങ്സൈറ്റി ഉണ്ട്. അവരുടെ ഇമോഷനെ ശരിക്കും അവർക്ക് പ്ലേസ് ചെയ്യാനുള്ളൊരു സ്പേസ് വേണ്ടേ, അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. പേരൻസിന് അറിയില്ല ഈ കുട്ടികൾക്ക് ആങ്സൈറ്റി ഉണ്ടെന്നുള്ളത്. ആങ്സൈറ്റി റൂട്ട് എവിടെ നിന്ന് അറിയോ? ഇത് അക്കാഡമിക്കിൽ പ്രഷർ വരാം. അതായത് സ്കൂളിൽ പഠിക്കുന്ന നമ്മളിപ്പോൾ കൊടുക്കുന്ന അക്കാഡമിക്കിൽ ഒരുപാട് കാര്യങ്ങൾ പിള്ളേർക്ക് പറ്റുന്നതിനപ്പുറത്തേക്ക് ഇവർക്ക് കിട്ടും. ഇവരുടെ ബ്രെയിൻ ആക്ടിവിറ്റി ഒരു സ്പേസ് ഉള്ള ഒരു ലിമിറ്റ് ഉണ്ട്. അതിനപ്പുറത്തേക്ക് കിട്ടിക്കുമ്പോൾ ഇവർ ആ ഒരു സ്റ്റേജിലേക്ക് പോവുക. പിന്നെ പേരൻസ് സൈഡിൽ നിന്നുള്ള പ്രഷർ, ടീച്ചേഴ്സ് സൈഡിൽ നിന്നുള്ള പ്രഷർ, പിയർ ഗ്രൂപ്പ് പ്രഷർ, നമ്മൾ ആദ്യം പറഞ്ഞ പോലെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്തേക്ക് വന്ന് ചാടും. പിന്നെ മീഡിയ എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് അത് ഒരു മീഡിയ മാനേക്ക് അല്ലെങ്കിൽ ഒരു വിഷ്വൽ എക്ടസി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലേക്ക് കുട്ടികൾ കൊണ്ടുപോകും. എക്ടസി എന്ന് വെച്ചാൽ ഒരു ഭയങ്കര സന്തോഷം കിട്ടുന്ന സംഭവം. അപ്പോൾ അതിനൊരു ലിമിറ്റ് പേരൻസ് വെക്കാൻ ശ്രമിക്കും തോറും ഈ കുട്ടികൾ ആങ്ഷ്യസ് ആയിക്കൊണ്ടിരിക്കും. എനിക്ക് ഒരു റെക്കഗ്നീഷൻ കിട്ടുന്നില്ല എന്ന ചിന്ത കുട്ടികളിലേക്ക് ഡെവലപ്പാകും. അപ്പോൾ അക്കാഡമിക് സൈഡിൽ വീക്കാവും, ഈ കാര്യങ്ങൾ വീക്കാവും. അപ്പോൾ 3-4 കാര്യങ്ങൾ വീക്കായി കഴിയുമ്പോൾ പ്രഷറൈസ്ഡായി. അതായത് നമ്മൾ പണ്ട് കാലത്തൊക്കെ പറയുന്നുകൊണ്ടിരുന്നല്ലേ, അതായത് ഇപ്പോഴാണ് ഈ പറയുന്ന ആങ്സൈറ്റി എന്നൊക്കെ ഉള്ളൊരു ടേംസ് നമ്മൾ എനിക്ക് തോന്നുന്നു ഒരു കുറച്ച് കാലമായിട്ടേ ഉള്ളൂ സാധാരണക്കാരന് ഇതൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ട്. അതെ. അപ്പം നമ്മളൊക്കെ പണ്ട് പറയും നീ ഒരു തോൽവിയാടാ, നമ്മൾ കൂട്ടുകാർ കളിക്കുമ്പോൾ നമ്മൾ സ്ഥിരം പറയുന്നത് നീ തോൽവിയാ, നിനക്ക് എന്തെങ്കിലും ഉണ്ടോ, നിനക്കൊക്കെ എന്തെങ്കിലും കഴിവുണ്ടോ, നമ്മൾ കൂട്ടുകാർ നമ്മളോട് കളിയാക്കുമ്പോൾ നമ്മളോട് പറയുന്നതാണ്
നിനക്ക് വല്ലതും അറിയാം ഇവിടെ മണ്ട, ഈ മണ്ടൻ എന്നുള്ള വിളി തന്നെ ഒരു വലിയ പ്രശ്നമാണ് ചെറുതിലെ നമ്മുടെ ആണ്. അത് ആക്ച്വലി അവനെ അങ്ങോട്ട് എല്ലാവരും, അതായത് വീട്ടിൽ നിന്ന്, ഈ പറയുന്ന പോലെ തന്നെ വീട്ടിൽ നിന്ന് നമ്മുടെ റിലേറ്റീവ്സ് മറ്റുള്ള എല്ലാവരും പറയുന്ന അവനൊരു മണ്ടനാ, അവനൊന്നും അറിയില്ല. അത് വെച്ചാൽ മാർക്ക് കുറയുമ്പോഴായിരിക്കും ഈ പറയുന്ന അതേ ടൈമിലേക്ക് വരുമ്പോഴാണ് ഈ മാർക്ക് കുറയുന്നതിൻ്റെ കാര്യം പറയുമ്പോൾ കുട്ടികളിൽ പഠിക്കുന്നതിന് കമ്പാരിസൺ ചെയ്യാറുണ്ട്. തൊട്ടപ്പുറത്തെ വീട്ടിലെ ആളുമായിട്ടാണെങ്കിൽ എപ്പോഴും കമ്പാരിസൺ. എനിക്കൊന്ന് ജിൻചേട്ടനും ഞാനും ഒക്കെ ആ ഒരു ഏജിൽ വളർന്നപ്പോൾ നമുക്കതറിയാം. അവന് ഒരു മാർക്ക് കൂടുതൽ കിട്ടി, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ മാർക്ക് പറയുന്നത് എങ്ങനെയാണെന്നറിയോ, അച്ഛ ക്ലാസ്സിലെ ടോപ്പായിട്ടുള്ള കുട്ടിയുണ്ട്, ആ കുട്ടിയുടെ പേര് പറഞ്ഞിട്ട് പറയും അവൾക്ക് ഇത്ര മാർക്കാട്ടോ. അപ്പം അച്ഛൻ ചോദിക്കും അവിടെ മാർക്കല്ലല്ലോ, എൻ്റെ മകളുടെ മാർക്ക് പറയാൻ പറയും. മനസ്സിലായി? നമ്മളൊരു എപ്പോഴും എന്തിടും, അതായത് അവർക്ക് കുറവാണ് അപ്പം നമുക്കും അത്രയും കുറവായിരിക്കും എന്നുള്ളൊരു ഒരു പേടി കൊണ്ടാണ് ഇത് പറയുന്നത്. ഇന്നത്തെ കുട്ടികളിലും അന്നത്തെ കുട്ടികളിലും കമ്പാരിസൺ എപ്പോഴും നടത്താറുണ്ട് പേരൻസ്. അപ്പോൾ ഇപ്പം പറഞ്ഞില്ലേ ഈ ഇന്നതൊക്കെയാണ് ഈ കുട്ടികളുടെ ഡിസോർഡർ എന്ന് പറയുന്നുണ്ടല്ലോ, ഇത് മനസ്സിലാക്കിയ ഒരു പേരൻസ് എന്തായിരിക്കണം ഇതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത്? കുട്ടികളെ എപ്പോഴും പേരൻസിൻ്റെ പ്രസൻസ് ആണ് കുട്ടികൾക്ക് നീഡ്. നമ്മൾ പണ്ടും പറയാതെ ഉള്ളതുപോലെ പേരൻസിൻ്റെ ഒരു ഡെഫിഷ്യൻസി, അവർക്കൊരു അറ്റൻഷൻ കിട്ടാതെ വന്നു കഴിയുമ്പോഴാണ് സ്വാഭാവികം കുട്ടികൾ ഈ രീതിയിലേക്ക് പോകുന്നത്. കൂടെ ഇരുന്ന് സംസാരിക്കുക. നമ്മൾ ഒരു സ്മാർട്ട് പേരൻറ്റിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പേരൻറ്റിങ് 2-3 കാറ്റഗറിയാണ്. അതോറിറ്റേറ്റീവ് പേരൻറ്റിങ് എന്ന് പറയും. അതോറിറ്റേറ്റീവ് പേരൻറ്റിങ്ങിലാണ് മിക്ക പേരൻസും ഇപ്പോൾ നിൽക്കുന്നത്. അവർക്കറിയില്ല അതോറിറ്റേറ്റീവ് പേരൻറ്റിങ് എന്താണെന്നുള്ളത്. എന്ന് വെച്ചാൽ നമ്മൾ കുട്ടികളോട് ആധികാരികതയോടെ പറയുകയാണ്, നീ അത് ചെയ്യ്, അതല്ലെങ്കിൽ നീ അടുത്ത ദിവസം ഞാൻ വിടില്ല, നീ ചെയ്തില്ലെങ്കിൽ ഇതാണ്, കുടുംബം നശിപ്പിക്കരുത്, പേര് കളയരുത്, ഞങ്ങൾക്ക് ഇത്രയും കഷ്ടപ്പെട്ട് വളർന്നറിയാലോ, നിനക്കങ്ങനെ വളർന്നാൽ എന്താ, ഇങ്ങനത്തെ ടേംസ് അത് അതോറിറ്റേറ്റീവാണ്. ഇവർക്ക് കൊടുക്കുവാണ് നിങ്ങളിങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിട്ട്. ഇവർക്കൊരു മെൻ്റൽ ഫ്രീഡം വേണ്ടേ? പക്ഷെ അതിന് പകരം ഈ കുട്ടികളെ ഇപ്പം നമ്മളിപ്പോൾ ശരണ്യം ഞാൻ ഇരിക്കുന്ന പോലെ ഇതേപോലെ ഇരുത്തിയിട്ട് കണ്ണിനോട് കണ്ണ് നേരത്തെ സംസാരിച്ച് നോക്കിയോ, ഈ കുട്ടികൾ പതുക്കെ ഇതിലേക്ക് തന്നെ ഒബ്സർവ് ചെയ്യും. അവർ പതുക്കെ അവരുടെ സ്വഭാവത്തിൽ വ്യത്യാസം വരും. പേരൻറ്റിങ്ങിൽ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിനകത്തൊരു നേച്ചർ എന്ന് പറയുന്നത്, സാധാരണ പേരൻറ്റിങ്ങിൽ വരുമ്പോൾ കുട്ടികൾ താഴെയും പേരൻസ് മുകളിലായിരിക്കും. അപ്പോൾ ഇങ്ങനെ മേളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഇവർക്ക് നോക്കുമ്പോൾ ഒരു ഫിയറാണ് മേളിലോട്ട് നോക്കുമ്പോൾ. എപ്പോഴും അങ്ങനെയല്ലേ? അതൊരു കോമൺ സൈക്കോളജിക്കൽ ഫാക്ടറാണ്. അപ്പോൾ പതുക്കെ താഴ്ന്ന് അവരുടെ ഒപ്പം നിന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ഈ ഇഷ്യൂസൊക്കെ തീരാന്നുള്ളൂ. അതായത് പേരൻറ്റിങ്ങിന് കുറച്ചുകൂടെ ടൈം എടുത്ത് കുട്ടികളെ മനസ്സിലാക്കണം. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇത് പറയുന്ന ഒരു ടൈംസ് അവിടെ നിൽക്കട്ടെ. സാധാ പണിക്കാരുണ്ട്, സാധാ ആൾക്കാർ, അവർക്ക് രാവിലെ പോയി വൈകുന്നേരം വന്ന്, ഇവരെ സംബന്ധിച്ച് കുട്ടികളെ സ്കൂളിൽ വിടുന്നുണ്ട്, പഠിക്കാൻ ഉള്ള എല്ലാ സാഹചര്യവും, അതായത് അവർ 10 രൂപ ചോദിക്കുമ്പോൾ 15 രൂപ കൊടുക്കും. മനസ്സിലായിരുന്നുണ്ടോ? ഇത് കൊടുക്കുന്ന ഇവരെ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കായിരിക്കും ഇവർക്കത് മനസ്സിലാവുന്നത്. ഇതിപ്പോൾ പറയുന്നത് ഫസ്റ്റ് സ്റ്റേജോ സെക്കൻഡ് സ്റ്റേജോ തേർഡ് സ്റ്റേജോ എത്തിയപ്പോഴാണ് ഇവർക്കത് മനസ്സിലാവുന്നതെന്ന് വെക്കുക. അവരെ എങ്ങനെയാണ് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുക, ആ പേരൻസിനെയും ആ കുട്ടികളെയും? പണ്ട് കാലങ്ങളിലായിരുന്നു ഇങ്ങനെയുള്ള വീടുകളിലെ കുട്ടികൾക്ക് പ്രശ്നമുണ്ടെന്ന് പറയാം. ഇപ്പോൾ നമ്മൾ ഒരു സെൻസസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആ ഒരു അറ്റ്മോസ്ഫിയറുള്ള കുട്ടികൾക്ക് മിക്ക കുട്ടികൾക്കും പ്രശ്നമില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ട് ഇങ്ങനെയുള്ളൊരു കുട്ടികൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ പോയെന്നുള്ളത്? കേട്ടിട്ടില്ല, വളരെ കുറവായിരിക്കും. കൂടുതലും ഒരു ഫൈനാൻഷ്യലി റിച്ച് അല്ലെങ്കിൽ ആ ഒരു സ്റ്റെബിലിറ്റിയിൽ നിൽക്കുന്ന കുട്ടികളാണ് ഇപ്പോൾ ചേഞ്ച് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ആ മറ്റവർക്ക് അവരുടെ സാന്നിധ്യമുണ്ട്, പ്രസൻസ് ഉണ്ട്, അവർ കൊടുക്കുന്നുണ്ട്, അത്യാവശ്യം ഇമോഷണൽ ടാങ്ക് ഫില്ല് ചെയ്യുന്നുണ്ട്, ഇവർ കണ്ട് വളരുന്നുണ്ട് ഈ കുട്ടികൾ. അവർ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, എൻ്റെ പേരൻസ് എന്താണെന്ന് ഒബ്സർവ് ചെയ്ത് വളരുന്നത്. ഇവർക്ക് അവർ ഇമോഷണൽ ഇൻ്റലിജൻസ് കോഷ്യൻസ് കൂടുതലാണ്, ഇമോഷണൽ കോഷ്യൻസ് കൂടുതലാണ്. മനസ്സിലാക്കാൻ പറ്റും പേരൻസിൻ്റെ ഫീലിങ്സ് എന്താണെന്ന് ഇങ്ങനെയുള്ള കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ മറ്റത് അങ്ങനെയല്ല. അപ്പോൾ അവർ ഒരു വേറൊരു ലൈഫായിരിക്കും മിക്കവാറും നയിക്കുക. എല്ലാം കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്, പക്ഷേ കുട്ടികൾക്ക് കിട്ടുന്നത് ജസ്റ്റ് പേരിന് വേണ്ടി, അവരുടെ കടമ നിർവഹിക്കാൻ വേണ്ടി ചെയ്ത ഒരു സംഭവം ഇമോഷൻ ടാങ്ക് ഫില്ല് ചെയ്യാന്ന് പറയുന്ന കാര്യങ്ങൾ കൊടുക്കുന്നുണ്ടാകും. അല്ല, ഇപ്പം ഇത് ഈ പറഞ്ഞതിൽ വേറൊരു കാര്യം പറയും. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഒരു സംഭവം നടന്നിരുന്നു. മറ്റേ കുട്ടികൾ കൂടിയിട്ട് മർദ്ദിച്ചതിൽ ഒരു കുട്ടി മരണപ്പെടുകയുണ്ടായി. ആ മരണപ്പെട്ട കുട്ടിക്ക് കൂട്ടുകാരുടെ പരീക്ഷ എഴുതിപ്പിക്കരുതെന്ന് പറഞ്ഞ് ഭയങ്കര പ്രക്ഷോഭം നടന്നു. അതിലൊരു ടീച്ചർ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഒരു ടീച്ചർ ഭയങ്കരമായിട്ടും പറഞ്ഞു, എൻ്റെ മകനാണെങ്കിൽ അങ്ങനെ ചെയ്യരുത്, ഇവരെ പരീക്ഷ എഴുതിപ്പിക്കരുതെന്ന് പറഞ്ഞ് ഇങ്ങനെ സൊസൈറ്റി എന്തോ നമ്മളിങ്ങനെ നമ്മൾക്ക് തന്നെ കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ടും അവർ പറയുന്നത് എന്തോ ഒരു ഭയങ്കര ഫീല് തോന്നി. പക്ഷേ ഈ സൊസൈറ്റി ഫുൾ അവരുടെ ഒപ്പം, ടീച്ചർ പറഞ്ഞതിന് 100% ശരി, അവർ ചാനൽ ചർച്ചയിൽ വന്നിരുന്നു പറയുന്നു. ജിനു ചേട്ടൻ അതിനോട് യോജിക്കുന്നുണ്ടോ?
ഇപ്പം ആരാണെങ്കിലും നമുക്കിപ്പോൾ ഒരു പബ്ലിക്കിന് കൊടുക്കുന്ന ഒരു മോറൽ എന്ന് പറയുന്ന സംഭവം ആണ് പ്രധാനപ്പെട്ട. നമ്മളിപ്പോൾ ഇവർ സംസാരിച്ചു അവരെന്ത് പറഞ്ഞു എന്നുള്ളതല്ല കാര്യം. ഈ പബ്ലിക് എടുക്കുന്ന വേറൊരു രീതിയിലാണ്, അവരുടെ ഇമോഷൻസുമായിട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കും കൂടുതലും പബ്ലിക് എടുക്കുന്നത്. അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ അവർ കണ്ടുപിടുന്ന സംഭവങ്ങൾ, അപ്പോൾ അവരുടെ ആ ജഡ്ജ്മെൻറ്റിനെ അവർ സാധൂകരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും മിക്കവരും ഇത് പറയുമ്പോൾ കണക്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് പബ്ലിക് മിക്ക നമ്മുടെ സൊസൈറ്റിയിലുള്ള ആളുകൾക്കും ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടാകും. അപ്പോൾ അത് അഡ്രസ്സ് ചെയ്യുമ്പോൾ വേറൊരാൾ ഇങ്ങനെ നെഗറ്റീവായിട്ട് പറഞ്ഞെന്ന് വിചാരിച്ചു, സ്വാഭാവികമായിട്ട് സപ്പോർട്ട് ചെയ്തിരിക്കും. സപ്പോർട്ട് ചെയ്തു അവരിങ്ങനെയാണ് പറഞ്ഞു, ഇവരെ പരീക്ഷ എഴുതിക്കരുത്, എൻ്റെ കുഞ്ഞുങ്ങളാണെങ്കിൽ ഞാൻ ചെയ്യിക്കത്തില്ല, വടി തരൂ. അതായത് ഇപ്പോഴത്തെ അതിനുശേഷം അവരെല്ലാവരും പറഞ്ഞു വടി തിരിച്ചു കൊടുക്കും എന്നുള്ളതാണ്. ഈ വടി കൊണ്ട് എങ്ങനെയാണ് നമുക്ക് തിരിച്ചു കൊടുത്ത്, അങ്ങനെ ഒരു വലിയ സിനിമ തന്നെ നമ്മുടെയൊക്കെ ലൈഫിലുണ്ടല്ലോ, സ്പടികം. മനസ്സിലാവുന്നുണ്ടോ? നല്ലൊരു ആ ലാസ്റ്റ് KPC ലളിത പറയുന്നൊരു ഡയലോഗുണ്ട്, നിങ്ങൾ ആ തട്ടുംപുറത്തൊന്ന് കയറി നോക്കും അവൻ്റെ കഴിവ് കാണാമെന്ന്. അപ്പോൾ ഈ വടി കൊടുത്താൽ രക്ഷപ്പെടുമെന്ന് വീണ്ടും ഇവർ പറയുന്നത് എന്തിൻ്റെ ബേസിലായിരിക്കും? വടി കൊടുത്താൽ രക്ഷപ്പെടുന്നില്ല. അത് നമ്മുടെ, ഞാൻ ഒന്നിനും കുറ്റം പറയുന്നില്ല, എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനൊരു ചേഞ്ച് വന്നാൽ മാത്രം മതി ഇതൊക്കെ ഓക്കെ. നമ്മൾ വടി കൊടുക്കുക എന്നുള്ളതല്ല. നമ്മുടെ ഈ ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമേ വടിയുടെ ആവശ്യമുള്ളൂ. വേറെ ഏത് രാജ്യത്ത് നോക്കിയോ, ജപ്പാനിൽ നോക്കിയോ, UK നോക്കിയോ, യൂറോപ്പിൽ, അവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അവരെ വടിയില്ല, ഒന്നും പരിപാടിയില്ല. കുട്ടികൾക്ക് ഈ പ്രശ്നം ഏറ്റവും കൂടുതൽ ഞാനിപ്പോൾ നമുക്ക് എക്സാമ്പിൾ കാണാൻ പറ്റുന്നത് ചൈനയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. ഭയങ്കര സിസ്റ്റമാറ്റിക്. അവർ പഠിപ്പിച്ചു കൊടുത്തു, അതിനകത്ത് വടി തല്ല പരിപാടിയൊന്നുമില്ല. പക്ഷേ എങ്കിലും കുട്ടികൾ ഭയങ്കര പ്രോഗ്രസീവാണ്. നമ്മുടെ ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വടി എടുത്താലോ എന്തെടുത്താലോ കുട്ടികൾ ആ ഒരു അവസ്ഥയിലേക്ക് തന്നെ പോകും. നമ്മുടെ സാമൂഹികമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്, ഫാമിലിപരമായിട്ട് ഇഷ്യൂ ഉണ്ട്, സ്കൂളിലെ കോമ്പറ്റീഷൻസ് ഉണ്ട്. മിക്ക സ്കൂളിലും കോമ്പറ്റീഷൻ ലെവലിൽ. അപ്പോൾ അവർക്ക് നോക്കേണ്ട കുട്ടികൾ എങ്ങനെയും പ്രഷറൈസ് പിഴിഞ്ഞെടുത്ത് അവർ റിസൾട്ട് ഉണ്ടാക്കാവുന്ന രീതിയിലേക്കായിരിക്കും. അവർക്ക് വടിയല്ല എന്തുകൊണ്ട് വെച്ചാലും ഈ അവസ്ഥ തന്നെയാവും. നമ്മൾ ഈ കുട്ടികൾക്ക് വടിയെടുത്ത് കൊടുത്ത അവസ്ഥ എന്ന് ആലോചിക്കുക, പേരൻസ് ടീച്ചേഴ്സ് വടിയെടുത്തോണ്ട് എന്താ അവസ്ഥയായിരിക്കും ഇനി? അല്ല, അവർ പറഞ്ഞ പണ്ട് കാലത്ത് എൻ്റെ അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അച്ഛൻ്റെയൊക്കെ അഗ്രം തൊട്ടയ്ക്ക് പിച്ചി മാഷ് പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് അത് അപമാനമാണെന്ന് ഇപ്പം തിരിച്ചറിയുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ. ഞാനടക്കം എന്നെ ഏൽപ്പിച്ച് നിർത്തി കയ്യിൽ ഇംഗ്ലീഷ് ടീച്ചർ അടിച്ച ഒരു സീനിൽ ഇപ്പം അത് ഓർക്കുമ്പോൾ എനിക്ക് അപമാനമാണ്. എന്നെ എന്തിനങ്ങനെ അറിയില്ലാത്തൊരു കാര്യം നെക്സ്റ്റ് ഡേ പഠിച്ചിട്ട് അല്ലെങ്കിൽ ചില കുട്ടികൾക്ക് അത് പറ്റില്ല എന്നുള്ളതുകൊണ്ടാണല്ലോ. ഈ അപമാനമാണോ വീണ്ടും കുട്ടികൾക്ക് വേണ്ടതെന്ന് ഇവർ ആവശ്യപ്പെടുന്നത്? ഇങ്ങനെയൊരു സംഭവം കൊണ്ടെന്ന് വിചാരിച്ചോ, വടി അല്ലെങ്കിൽ ഇങ്ങനെ തിരിച്ചു കൊണ്ടെടുത്തു കുട്ടികൾക്ക് ഒപ്പോസിഷണൽ ഡെഫിഷ്യൻ്റ് ഒരു അസുഖം വരും. അതായത് ഡിസോർഡർ എന്ന് പറയും, ഒപ്പോസിഷണൽ ഡെഫിയൻറ്റ് ഡിസോർഡർ എന്ന് പറയും. എന്ന് വെച്ചാൽ ഒപ്പോസിഷൻ, അതായത് എതിരെ നിൽക്കുന്ന ആൾ വീണ്ടും അതിനോട് പ്രതികരിക്കാനുള്ള നേച്ചറിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഈ കുട്ടികളുടെ ഇവർക്ക് അടുത്ത ഇമോഷണൽ ട്രോമാസ് ഉണ്ടാകും, ഇമോഷണൽ ഇഷ്യൂസ് ഉണ്ടാകും, ഇമോഷണൽ ബാലൻസ് ഉണ്ടാകും. ഈ കുട്ടികൾ ഫൈനലി ലാൻഡ് ചെയ്യുന്നത് ADHDയിലേക്കായിരിക്കും. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് മിക്കതും ADHD എന്ന് പറയും. ODD ഉള്ള കുട്ടികൾക്ക് ADHD ഉണ്ടാകാൻ സാധ്യതയാണ്. അതായത് ഒപ്പോസിഷണൽ ഡെഫിയൻറ്റ് ഡിസോർഡർ എന്ന് പറയും. എന്നുവെച്ചാൽ ഒപ്പോസിഷൻ, അവരോട് ഒപ്പോസ് ചെയ്യാൻ നോക്കിയാൽ അവർ റിയാക്ട് ചെയ്യാൻ തുടങ്ങും. വീണ്ടും അതേ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളൂ, മിക്ക കുട്ടികൾ ഒപ്പോസ് ചെയ്യാൻ നോക്കിയാൽ അവർ റിയാക്ട് ചെയ്യില്ലേ. കഴിഞ്ഞ ദിവസം എന്തോ ഒരു സ്കൂളിൽ കണ്ടപ്പോൾ ഒരു ഫോണിൻ്റെ എന്തോ സംഭവം പറഞ്ഞു. അപ്പോൾ പ്രിൻസിപ്പാളിനോട് പറഞ്ഞു പുറത്തിറങ്ങി നിന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഭയങ്കര വലുതായി. അപ്പോൾ അവരത് റെസിസ്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അവർ അതിൻ്റെ ഇരട്ടിയായിട്ട് റിയാക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആ കുട്ടികൾക്ക് ഈ നേച്ചറിലേക്ക് പോയി എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ അടുത്ത് വടി കൊണ്ട് ചെന്ന് എന്താ അവസ്ഥയായിരിക്കും? അപ്പോൾ വടി കൊടുക്കുന്നില്ലല്ലോ കാര്യം, നമ്മുടെ സിസ്റ്റത്തിലൊരു ചേഞ്ച് വരുത്തുക. ആ പേരൻറ്റിങ്ങും അല്ലെങ്കിൽ ടീച്ചേഴ്സും നമ്മുടെ സൊസൈറ്റിയും കൂടെ കമ്പൈൻ ചെയ്തതിനകത്ത് വർക്കൗട്ട് ചെയ്താലേ നടക്കുള്ളൂ. അല്ലെങ്കിൽ ഒരു സൈഡിലേക്ക് നമുക്ക് ഒരു ഇഷ്യൂ ഉണ്ട്, അവരുടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് മാത്രം നമ്മൾ മാറ്റാൻ പറ്റില്ല. ഈ പറഞ്ഞ നമ്മൾ മാറ്റണം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ മാറ്റണം എന്ന് പറയുന്നത് പല ടീച്ചേഴ്സും എനിക്ക് തോന്നിയതാണ് കേട്ടോ പേഴ്സണലി. ഭയങ്കര അവർ ഓൾറെഡി ഈ കുട്ടികളെക്കുറിച്ചൊരു ധാരണയിലാണ്. അതായത് അവരുടെ ക്ലാസ്സിൽ 50 കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ വേണ്ട 25 കുട്ടികളുണ്ട്. ഓരോരുത്തരെയും നോക്കിയിട്ട് ഇവനിങ്ങനെയൊക്കെ ഉള്ളൂ, അല്ല ഇവളിങ്ങനെ ഭയങ്കര ബ്രൈറ്റാണ്. അതായത് എല്ലാവരെക്കുറിച്ചും ഒരു കാൽക്കുലേഷൻ അവർക്കൊരു മൈൻഡ് സെറ്റ് ഉണ്ട്. ആ മൈൻഡ് സെറ്റിനനുസരിച്ചായിരിക്കും അവർ ഫേവർ ചെയ്യുന്നതും ചോദ്യം ചോദിക്കുന്നതാവട്ടെ എന്ത് ഇടപെടുന്നത്. അങ്ങനെയെങ്കിൽ ടീച്ചേഴ്സിനല്ലേ ഈ പറയുന്ന കുട്ടികൾക്ക് മുന്നേയും ഈ പറയുന്ന പേരൻസിന് മുന്നേയും ഒരു ക്ലാസ്സോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഒരു ബോധവൽക്കരണം നടത്തേണ്ട അവിടെയല്ലേ? തീർച്ചയായിട്ടും. ഞാൻ സാധാരണ സ്കൂളിൽ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ആദ്യമേ സ്കൂളിൽ കുട്ടികൾ ക്ലാസ് എടുക്കത്തില്ലെന്ന് പറയുള്ളൂ. ഫസ്റ്റ് പേരൻസ് ആൻഡ് ടീച്ചേഴ്സ്. കാരണം വേര് കളഞ്ഞാലേ ബാക്കി കാര്യങ്ങൾക്ക് ചേഞ്ച് വരത്തുള്ളൂ. കാരണം ടീച്ചിങ് നല്ലതാണ്. അപ്പോൾ ഇപ്പോൾ ഒരുപാട് ട്രെയിനിങ് എല്ലാം നടക്കുന്നുണ്ട് ടീച്ചേഴ്സിനൊക്കെ. ടീച്ചേഴ്സിന് എന്ത് ട്രെയിനിങ് നടക്കുന്നുണ്ട് അവർ ഗൈഡഡ് ആണെങ്കിൽ തന്നെയാണെങ്കിലും ഇവരുടെ ഇമോഷണൽ ഫ്രസ്ട്രേഷൻ, ഫാമിലിപരമായിട്ട് ഇഷ്യൂസ് ഉണ്ടല്ലോ, ഇതെവിടെ തീർക്കും? ഇവർ സ്വന്തം കുട്ടികളുടെ മേത്ത് ഒരു പകുതി വരെ തീർക്കും, ബാക്കി ചെന്ന് തീർക്കുന്ന ഇതേ ഇമോഷണൽ ആയിരിക്കും. അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും അവർ അനുഭവിച്ച അതേ സെയിം സിറ്റുവേഷൻ മറ്റു കുട്ടികളും കാണുകയാണെങ്കിൽ
ആ അസോസിയേറ്റ് മെമ്മറി എന്ന് പറയും, പണ്ടത്തെ അവരുടെ ആ ഓർമ്മ അവർ എക്സ്പീരിയൻസ് ചെയ്ത് അതേ സെയിം സമയം ഫ്രസ്ട്രേഷൻ ആയിരിക്കാം. ഇപ്പോൾ മിക്ക ടീച്ചർമാർക്കും വീടുകളിൽ ഇഷ്യൂസ് ഉണ്ടാകും, പേരൻസ് സൈഡിൽ, ഫാമിലിപരമായിട്ട്, ഹസ്ബൻഡ് സൈഡിൽ നിന്ന് ഈവൻ പല രീതിയിൽ ഫ്രസ്ട്രേഷൻസ് ഉണ്ടല്ലോ, നമുക്കറിയാം. സൊസൈറ്റിയിൽ കാണുന്ന അതുപോലെ ഫൈനാൻഷ്യൽ ഇഷ്യൂസ്, സൈക്കോളജിക്കൽ, ഫിസിക്കലായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, ഇതെല്ലാം ഉണ്ടാകും. ഇത് റിയാക്ട് ചെയ്യുന്ന എവിടെയാണ്? കുട്ടികളുടെ മേത്തേ ചെയ്യത്തുള്ളൂ. അപ്പോൾ അവർ കമ്പാരിസൺസ് തുടങ്ങും. ആ കുട്ടി നീ ചെയ്തില്ലെങ്കിൽ അവർക്ക്, അപ്പോൾ അവരുടെ ആ ഒരു ഫ്രസ്ട്രേഷൻ അതിനെ തീർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുട്ടികൾ മാത്രമായിരിക്കും ടാർഗറ്റഡ് ആവുക. അപ്പോൾ ടാർഗറ്റഡ് ആകുന്ന കുട്ടികൾക്ക് ഇങ്ങനെ ഇഷ്യൂസ് സ്വാഭാവികമായിട്ട് ഉണ്ടാവുകയും ചെയ്യും.